തോം തോം നമ്മളെ സത്യഭാമേനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത്. അയ്യോ, ആ സ്ത്രീയുടെ അവസ്ഥ ആലോചിക്കുമ്പോയില്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇങ്ങനെയൊരു മനുഷ്യരുണ്ടാവുമോ? അവരുടെ അയൽവാസികളുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇപ്പോഴും സെൻറ്റിനൊരു 10 ലക്ഷം രൂപ ആ ഭാഗത്തുണ്ടെങ്കിൽ ഇവരവിടെ വന്നിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ പോലും പിന്നെ കിട്ടൂല. അമ്മാതിരി പോക്കൃത്തലല്ലേ പറയുന്നത്. ഓരോ ആൾക്കാരെ പറ്റിയിട്ട് ഇവർ പറയുന്ന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, പല ആൾക്കാരും മിണ്ടാതിരിക്കുന്നത് ആ സ്ത്രീയുടെ പ്രായം പരിഗണിച്ചാന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാമകൃഷ്ണൻ, കലാഭവമണീൻ്റെ അനിയൻ രാമകൃഷ്ണൻ, ഈ രാമകൃഷ്ണനെയാണ് ആദ്യം തന്നെ ഇവർ പിടിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജിൻ്റെ മല്ലിക സുകുമാരനെ പിടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോഴും മണ്ടോദരീനെ പിടിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. വളരെ മോശമായിട്ട് ഓരോ മനുഷ്യന്മാരെയും വ്യക്തിഹത്യ തന്നെയാണ് ഇവർ നടത്തുന്നത്, നിറത്തിൻ്റെ പേരിലും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് എന്നാൽ നീ പിണ്ടോദരിയാണ്, നീ മണ്ടോദരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവിലൂടെ എന്തെങ്കിലും ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവരുടെ അടുത്തൊക്കെ കുട്ടികളെ പഠിക്കാൻ വിടുന്നുണ്ടെങ്കിൽ പൊന്നു മാതാപിതാക്കളെ നിങ്ങൾ രണ്ടിലൊന്ന് ആലോചിച്ചോ. അതായത് നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ വളരണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവരുടെ ഒന്നും അടുത്ത് പോയിട്ട് ഒന്നും പഠിപ്പിക്കരുത്. കാരണം ഇവർ പഠിപ്പിക്കുന്നത് നൃത്തമൊന്നുമല്ല, ഇവരെന്തോ വലിയൊരു സംഭവമാണ്. അത് ഇവരുടെ ഒരു വിചാരം മാത്രമാണ്. ഇവരൊന്നുമല്ല. ഭരതനാട്യം കണ്ടുപിടിച്ചത് ഞാനാണ്, കുച്ചിപ്പുടി കണ്ടുപിടിച്ചത് ഞാനാണ്, എല്ലാ നാട്യവും കണ്ടുപിടിച്ചത് ഞാനാണ്, നാട്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ഞാനാണ് എന്നാണ് ഈ സ്ത്രീ വിചാരിക്കുന്നത്. ഉള്ള കാര്യം ഞാൻ പറയാലോ, ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സമൂഹത്തിൻ്റെ മുന്നിൽ ആളാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്, വേറെ ആരുമല്ല. അതായത് ഈ സ്ത്രീ എന്തെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. ഇപ്പം മണ്ടോദരീനെ പറഞ്ഞു, ശരിയാന്നേ, അവിടുന്ന് പറഞ്ഞോട്ടെ. കാരണം എന്തോ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ എത്ര ആൾക്കാർ എന്നെല്ലാം പറയുന്നില്ലേ, നമ്മൾ എന്നിട്ട് അവരോടൊക്കെ പ്രതികരിക്കാൻ പോവാ. അതുപോലെ അങ്ങ് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട കേരള സമൂഹമേ, നിങ്ങൾ ഈ സ്ത്രീ പറയുമ്പോൾ നിങ്ങൾ ആരും പ്രതികരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ദിലീപിൻ്റെ മറ്റേ ബബ്ബ ഇറങ്ങിയ പാടെ എന്താ അത് 100 ദിവസം ഓടിക്കഴിഞ്ഞാൽ ഞാനെന്തോ തേങ്ങ എടുക്കുന്ന അങ്ങനെ എന്തോ പറഞ്ഞു. ഒരാളും മൈൻഡ് ചെയ്തിട്ടില്ലല്ലോ, ഒരാളും മൈൻഡ് ചെയ്യാതുകൊണ്ട് ഇപ്പം ഇന്നലെ വന്നിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ചാവുന്നത് വരെ ദിലീപിനെ പിന്തുണച്ചിരിക്കും. ദിലീപിനെ പിന്തുണച്ചാൽ നമുക്കെന്താ, ഇനി ആരെ പിന്തുണച്ചാലും നമുക്കെന്താ, ആരെ വേണമെങ്കിലും പിന്തുണച്ചോ. പക്ഷേ അത് വേണ്ട, ആ കറുപ്പ് വെളുപ്പ് എന്ന് പറഞ്ഞിട്ടൊന്നും അങ്ങനെ ആൾക്കാരെ തരംതിരിക്കാൻ വരണ്ട. അതുള്ള കാര്യം പറയാം. വേണമെങ്കിൽ ബാക്കി തോന്നുന്നു എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷേ കറുപ്പാണ്, അല്ലെങ്കിൽ കന്മഷി പോലെയുണ്ട്, കാക്കയുടെ കറുപ്പാണ് എന്നൊന്നും പറഞ്ഞിട്ട് വരണ്ട. അത് മാത്രമേ നമുക്കുള്ളൂ. കാരണം ഇവിടെ മനുഷ്യന്മാരെ സൃഷ്ടിച്ച് അയച്ചത് എല്ലാവരും വെളുക്കണേ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല. ഓരോ മനുഷ്യന്മാരെ ഓരോരോ ഇതാണ്. അപ്പം അതിനെതിരെ വന്നിട്ട് ഈ കറുത്താന്ന് വെളുത്താന്ന് അമ്മാതിരി തോന്നിയ വാസം വേണ്ട. വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇത് പറയുമ്പോഴേ നമുക്ക് ദേഷ്യം വരുള്ളൂ. മനസ്സിലായില്ലേ? പിണ്ടോതിരിയെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ. സ്നേഹിയോട് ഞാൻ പറയുന്നത് അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിങ്ങളെ ജോലി ചെയ്യാറുണ്ട്. പിണ്ടോതിരിയെന്നോ വേറെ നിങ്ങളെ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഇവരാരാണെന്നും എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞല്ലോ, സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ കുറേ ടീമുകളുണ്ട്. സമൂഹത്തിൽ നെഗറ്റീവുകൾ മാത്രം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കും. എന്നാ ഗുണം എന്നറിയാം. അതായത് ഒരു 10 പേര് പോസിറ്റീവിൻ്റെ ഭാഗത്താണെങ്കിൽ 3 പേര് കട്ട നെഗറ്റീവ് ആയിരിക്കും. പക്ഷേ ഈ 10 പേരെക്കാട്ടിയും പിന്നെ ആൾക്കാർ തിരിച്ചറിയുന്നത് ഇവരെയായിരിക്കും. ഇപ്പോൾ ദിലീപിൻ്റെ കേസ് വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ദിലീപിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 250 എണ്ണം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊരു 3 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം കൂടിയനാണ്. ആ 3 എണ്ണം ഇപ്പോൾ സമൂഹത്തിൽ നല്ല ഭയങ്കരമായിട്ട് പേരോട് കൂടിയിട്ട്, അതായത് അവർ പറയുന്ന മുഴുവൻ അവർ നെഗറ്റീവാണെന്ന് അവർക്കറിയാം. പക്ഷെ എന്നാലും സമൂഹത്തിൽ ഒരു പേര് വരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നെഗറ്റീവിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അങ്ങനെ അത് ന്യായീകരിച്ച് പിന്നെ എന്ന് പറഞ്ഞാൽ ആരെയും കിട്ടാതിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ തടിയെ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്ന് പറയുന്നത് അവൾ ആട്ടക്കാരിയാണ്, ഞാൻ ഡാൻസുകാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങൾക്കറിയുമെന്നറിയില്ല, മല്ലിക സുകുമാരനെ വളരെ മോശമായിട്ട് അധിക്ഷേപിച്ചിരുന്നു. മനസ്സിലായോ? എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ആ സ്ത്രീ മിണ്ടാതിരുന്നത് നന്നായിരുന്നു. ഒരു പക്ഷേ പൃഥ്വിരാജ് പോയിട്ട് പിന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ തീരുവനുമായിരുന്നു. അതേപോലെ അധിക്ഷേപിച്ചു മല്ലിക സുകുമാരനാ, നീ കളിക്കുന്ന നീ ആട്ടക്കാരി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വളരെ മോശമായിട്ട് വായിക്ക് വരുന്നത് കോതക്ക പാട്ട് എന്ന് പറയുന്ന പോലെയാണ് സത്യഭാമ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചാൽ സത്യഭാമ പറയുന്നത് പറയട്ടെ. കാരണം സത്യഭാമക്ക് ജീവിതത്തിൽ എന്തോ ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കുടുംബജീവിതത്തിലോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയണ്ടേ, ഇനിയിപ്പോൾ അവരുടെ മക്കളൊന്നും അവർ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടാവില്ല. ഇല്ല ജീവിതത്തിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥാനത്തെത്താനായിരിക്കും ചില ആൾക്കാർ കാണുന്നില്ലേ. അതായത് എല്ലാവരെയും ഞെട്ടിക്കുവാടുന്നു. അതായത് അവർ ആഗ്രഹിച്ച് ചിലപ്പോൾ ഒരു പോലീസ് ഓഫീസർ ആകാനായിരിക്കും,
കാരണം അങ്ങനെയാകുമ്പോൾ എല്ലാവരെയും വാടാ ഇട നിലം പിടിച്ച് ഇതാക്കാലോ. അപ്പം അങ്ങനെയൊന്നും ആകാതെ എൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ തീർക്കുന്നേ അതേ ഉള്ളൂ. അവർക്ക് തന്നെ അറിയാം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്നെ ഒന്നും ചെയ്യില്ല. എന്താ വെച്ചാൽ ഞാൻ രാമകൃഷ്ണൻ ഇത്രയൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ലേ? രാമകൃഷ്ണനെ ഞാൻ ചവിട്ടി അരച്ചില്ലേ എന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ലേ? രാമകൃഷ്ണനെ ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നില്ലേ? അത് തന്നെയാണ് അവരുടെ ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്കറിയാം ഈ സ്നേഹ ശ്രീകുമാറിനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചുക്കും സംഭവിക്കില്ല എന്നറിയാം. അതാണ് അവരുടെ ഏറ്റവും വലിയ ധൈര്യം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും ഇതാണെങ്കിൽ ഒരു മനുഷ്യനാണ് വിചാരിക്കില്ല എന്ന് പിണ്ടോതിരിന്ന അവരൊരു കഥാപാത്രമാണ് മണ്ടോതിരി. അതിന് പിണ്ടോതിരി എന്ന് വിളിച്ചിട്ട് കളിയാക്കുക. അതുപോലെ തന്നെ രാമകൃഷ്ണൻ്റെ കറുത്ത നേരത്തെ വരെ അത് ഏറ്റവും ഭയങ്കര മനസ്സിനെ നമ്മളെല്ലാവരെയും എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാവരുടെയും മനസ്സിനെ അലട്ടിയ ഒരു പ്രശ്നം തന്നെയായിരുന്നു രാമകൃഷ്ണൻ്റെ. മല്ലികാ സുകുമാരൻ്റെ പോട്ടെ, കാരണം അവരൊന്നും ഇത് മൈൻഡേ ചെയ്യാറില്ല. മല്ലിക എന്തെങ്കിലും പറയട്ടെ എന്നാണ് വിചാരിക്കല്. അതന്നെ. പിന്നെ ചില സമയത്തൊക്കെ പിന്നെ മല്ലികാ സുകുമാരൻ ഉരുളക്കുപ്പേരി പോലെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മിണ്ടാതിരിക്കുക. പറഞ്ഞോട്ടെ അവിടുന്ന്. കുറേ നാൾ കഴിയുമ്പോഴില്ല ഇപ്പം കാണുന്നില്ല മൈക്കും തൂക്കിയിട്ട് മറ്റേ ഇവരൊന്നും പോകാറില്ല, ന്യൂസുകാരൊന്നും പോകാറില്ല. ന്യൂസുകാർക്കറിയാം പോയിട്ട് കാര്യമില്ല. കാരണം എന്തിനും ഇവരെ വെറുതെ ഫേമസ് ആക്കുന്ന വേറെ പണിയില്ലേ? അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരെ എത്തുമ്പം എന്താ ഇപ്പം പറഞ്ഞത് ഇത് ഓക്കെ നന്ദിയുണ്ട് അങ്ങനെ പറയാ. അങ്ങനെ രണ്ടോട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ തനിയെ നിർത്തിക്കോളും. അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ നാട്യശാസ്ത്രം പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികളൊന്നും ശ്രദ്ധിക്കുക. കാരണം ഇവർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടികൾ വളർന്നു വന്നു കഴിഞ്ഞാൽ ഇവരതേ ഇത് പറയും. ഇവരെന്താണ് പഠിപ്പിക്കുന്നത് അതല്ലേ ആ കുട്ടികൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവർക്ക് ജീവിതത്തിൽ എന്തോ ഒരു ഫെയിലിയർ ഉണ്ടായി, അല്ല അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. അതിന് നാട്ടുകാരുടെ നെഞ്ചത്ത് എന്തിനാണ് കയറുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവരായി അവരുടെ പാടായി അവരെ എനിക്ക് വേണമെങ്കിൽ വേറെ എന്താ പറയേണ്ടത് ഡാൻസ് പഠിപ്പിക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭരതനാട്യം കളിക്കോ എന്തോ ചെയ്തോട്ടെ. ആരെങ്കിലും അവരെ ദ്രോഹിക്കാൻ പോകുന്നില്ല. അല്ലാതെ നീ അത് കളിക്കാൻ പാടില്ല, നീ കളിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എണീച്ചോടും. ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? കുറച്ച് ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ക്രിസ്തുവും അതുപോലെ തന്നെ ഭാര്യ ഉണ്ടല്ലോ, അവരെന്തോ കളിച്ചിനി. അവർ കളിച്ചതിനാണെങ്കിൽ അവരവർ പോയിട്ട് ഭയങ്കരമായിട്ട് ഞാനെന്തിനാ ആദ്യം തന്നെ കളിച്ചതറിയാം. ആക്ഷേപിക്കാനൊന്നും അല്ലട്ടാ, എന്നാൽ പിന്നെ എന്നെയും കൂടിയിട്ട് അങ്ങ് വിമർശിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായ? അത് നമ്മൾ കളിച്ചത് തന്നെയാണ്. വിമർശിക്കുക നമ്മളോട് പറ അത് അവൻ കളിച്ചത് എന്തോന്നാന്ന്, ആ ബ്ലോഗർ കളിച്ചത് ശരിയല്ല, നാളെ വല്ല എന്നെയും പറയട്ടെ. അതുകൊണ്ട് തന്നെയാണ് കളിച്ചത്. അപ്പോൾ ഇവരുടെ വിചാരം എന്താ വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞ് എനിക്ക് മാത്രം എന്തോ അന്ന് പതിച്ച് തന്നതാണ്, എനിക്ക് മാത്രം അവകാശപ്പെട്ടാണ് ഈ സംഭവമൊക്കെ, എനിക്ക് മാത്രമേ ഇത് കളിക്കാൻ അറിയുള്ളൂ, എനിക്ക് മാത്രമേ ഇത് കളിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന തരത്തിലാണ് ഇവരുടെ വർത്തമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും പ്രതികരിക്കാതിരിക്കുക. ആ ഒരു ഇത് അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ, മനസ്സിലാക്കി നിങ്ങളായിരുന്നു. അങ്ങനെ ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ എന്താ പറയുക കറുപ്പ് വെളുപ്പ് എന്നൊക്കെ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പ്രതികരിക്കണം തോന്നുന്നത്. ഒരു മനുഷ്യനെ നിങ്ങൾ ആലോചിച്ച് നോക്കറ, അയാൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. അയാളെ നിറത്തെ പറ്റിയിട്ട് കളിയാക്കുമ്പോൾ ആ മനുഷ്യൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് മാത്രമൊന്നുമല്ല, ഇതുപോലെ കുറേ നികൃഷ്ട ജന്മങ്ങളുണ്ട്. എന്താ വെച്ചാൽ കുറച്ച് 2 ദിവസം മുമ്പ് കണ്ടിട്ടില്ലേ ഒരുത്തൻ കമൻ്റ് ഇട്ടിട്ട് വളരെ മോശം നടന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തായിരുന്നു, കിടക്കട്ടായിരുന്നു. നന്ദി, നമസ്കാരം.